എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിയ പിക്സ്. ഒരു പ്രാവശ്യം കൂടി ഈ വീഡിയോ കാണേണ്ടി വരില്ല. അത്ര എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ ബീഫ് ഫ്രൈയുടെ റെസിപ്പിയാണ്. നമ്മുടെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന നല്ല പൊറോട്ടയുടെ കൂടെ അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ബീഫ് ഫ്രൈ ആണ്. ഇത് പൊറോട്ടയ്ക്ക് മാത്രമല്ല, ചപ്പാത്തിക്കും നെയ്ച്ചോറിനും ചോറിനും ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന 1 കിലോ ബീഫ് ചെറിയ പീസസ് ആയിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ടേബിൾ സ്പൂണാണ്, ടീസ്പൂൺ അല്ല. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്, ചെറിയ സ്പൂൺ. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. വീട്ടിൽ പൊടിച്ച ഗരം മസാല ആണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കൈ വെച്ച് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് വരണ്ട് ഡ്രൈ ആയിട്ടുള്ള ബീഫ് ഫ്രൈ അല്ല നമ്മളിവിടെ തയ്യാറാക്കുന്നത്. പൊറോട്ടയും ചപ്പാത്തിയൊക്കെ കഴിക്കാൻ പാകത്തിന് കുറച്ചൊരു മയമുള്ള ബീഫ് ഫ്രൈ ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് പ്രഷർ കുക്ക് ചെയ്യാൻ നേരം ഒരു 1/4 ഗ്ലാസ് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില ബീഫിലേക്ക് ഒരുപാട് വെള്ളം കാണും, എങ്കിലും ഡ്രൈ ആയിട്ടുള്ള ബീഫാണെന്നുണ്ടെങ്കിൽ 1/4 ഗ്ലാസ് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇത് നമുക്കിത് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ 1 വിസിലിനും മീഡിയം ലോ ഫ്ലെയിമിൽ 5 വിസിലിനുമാണ് പ്രഷർ കുക്ക് ചെയ്തെടുത്തത്. ബീഫിൻ്റെ വേവ് അനുസരിച്ച് 4 മുതൽ 6 വിസിൽ വരെ വേണ്ടി വരാം. ഇത് ഇവിടുന്ന് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കൈപ്പിടി കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, 1/4 കൈപ്പിടി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 1.5 വെളുത്തുള്ളി കൂടെയാണ് നമ്മൾ പൊളിച്ചെടുത്തിരിക്കുന്നത്. 1/4 ഇഞ്ച് വലുപ്പത്തിലുള്ള 2 ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്, അതായത് 1.5 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി. പിന്നെ 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്കൊന്ന് അരിഞ്ഞു വെക്കാം. ഇഞ്ചി ഇതുപോലെ നീളത്തിലാണ് നമ്മൾ കനം കുറച്ച് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വെളുത്തുള്ളിയും. കൊച്ചുള്ളി ഒരുപാട് അങ്ങ് കനം കുറച്ച് അരിയേണ്ട ആവശ്യമില്ല, 2 or 3 ആയിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്താലും മതിയാകും. ഇതുകൂടാതെ 3 ചെറിയ സവാളയുള്ളിയും 1 പിടി കറിവേപ്പിലയും 1 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇത് പിന്നീട് അരിഞ്ഞു വെച്ചാലും മതിയാകും. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ വിസിലൊക്കെ നല്ലപോലെ അടിച്ചിട്ടുണ്ടായിരുന്നു. ബീഫ് സോഫ്റ്റ് ആയിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു കടായിലേക്കോ വലിയൊരു പാനിലേക്കോ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഇത് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത്. എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് പച്ചമണം മാറി നല്ലൊരു മണം വരുന്നവരെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ കളറൊക്കെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മാറി നല്ലൊരു മണം വന്നതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൊച്ചുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കൊച്ചുള്ളി എടുക്കാനില്ല എന്ന് വെച്ചാൽ സവാളയുള്ളി ചേർത്ത് കൊടുത്താലും മതിയാകും. എങ്കിലും കൊച്ചുള്ളി ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചും കൂടി ഒരു ടേസ്റ്റ്. മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കൊച്ചുള്ളിയൊക്കെ വാടി ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കൊച്ചുള്ളിയുടെ കളറൊക്കെ ചെറുതായിട്ട് മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു നിറഞ്ഞ ടീസ്പൂൺ മല്ലിപ്പൊടി, 1.25 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, ഇത് രണ്ടും ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് ഇതിലേക്ക് ബീഫ് കുക്ക് ചെയ്ത് ആ ഒരു ബീഫ് സ്റ്റോക്കും കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പൊടി കരിയാതിരിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കിട്ടും. നമ്മൾ പണ്ട് മട്ടൻ കറി കഴിച്ചപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. പൊടി കരിയുവാണെന്നുണ്ടെങ്കിൽ ബീഫ് ഫ്രൈക്ക് ഒരു കയ്പ്പ് വരും. ഇങ്ങനെ സ്റ്റോക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൊടി കരിയില്ല എന്ന് മാത്രമല്ല, ഈ ഒരു കൊഴുപ്പിൽ കിടന്ന് വഴണ്ടി വരുന്ന മസാലയ്ക്കും നല്ലൊരു ടേസ്റ്റാണ്. 1 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും വെള്ളവും കൂടി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ബീഫ് ഫ്രൈ ഉണ്ടാക്കുമ്പോൾ അധികം സ്റ്റെപ്സ് ഒന്നും ഇല്ല. നമ്മുടെ സമയം മൊത്തം എടുക്കുന്നത് ഇതിങ്ങനെ വരട്ടിയെടുക്കാനാണ്. അപ്പോൾ ഈ വെള്ളം മൊത്തം വറ്റി പോകാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, അത്രേ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ വെള്ളമെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂകി കൊടുക്കാം. ശേഷം 1 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ആ ഒരു സമയത്ത് മസാലയൊക്കെ നമ്മുടെ ബീഫ് പീസസിലേക്ക് ഇങ്ങനെ പൊതിഞ്ഞ് ഈ ഒരു സ്റ്റേജിലെത്തും. ഇനി നമുക്കൊരു 10-13 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിതൊന്ന് വരട്ടിയെടുക്കണം. എപ്പോഴും അങ്ങ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല, ഇടവിട്ടൊന്ന് ഇളക്കി കൊടുത്താലും മതിയാവും. അടിയിൽ കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു കളറായി ആ ഒരു മണമൊക്കെ വരാൻ തുടങ്ങും. അതുവരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു സ്റ്റേജ് ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയുള്ളിയും സ്ലിറ്റ് ചെയ്ത ഒരു പച്ചമുളകും കറിവേപ്പിലയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഒരു 5 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് വരട്ടിയെടുക്കാം. നല്ലൊരു മണമാണ് ഈ സമയത്തൊക്കെ. കളറൊക്കെ നല്ല ഡാർക്കായി വരും. ഏറ്റവും അവസാനമായിട്ട് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി വിതറി കൊടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ വളരെ എളുപ്പത്തിലുള്ള നല്ല മയമൊക്കെയുള്ള പൊറോട്ടയുടെ കൂടെ അടിപൊളിയായിട്ടുള്ളൊരു ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്താൽ മാത്രം പോരാ, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത്. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഫീഡ്ബാക്ക് പറയാനായിട്ട് മടിക്കരുത്. പുതിയ റെസിപ്പി വീഡിയോ അല്ലെ വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.